ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വക്കീൽ അനുമോളോട് ചോദിക്കുന്നുണ്ട്, അന്ന് രാത്രി നിങ്ങളെ ബലമായിട്ട് തട്ടിക്കൊണ്ട് പോയതാണോ അലോകെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ അനുമോൾ പറയുന്നുണ്ട്, ഇല്ല, ഞാനായിട്ട് പോയതാണ്, എന്നെ തട്ടിക്കൊണ്ട് പോയതല്ല എന്ന്. അപ്പോൾ എതിർഭാഗത്ത് നിന്ന് കൃഷ്ണമംഗലത്തുകാരുടെ ആ ഒരു വക്കീൽ എണീറ്റുന്നു ജഡ്ജിയോട് പറയുന്നത്, സാർ ഇപ്പം തന്നെ വക്കീൽ ചോദിച്ച ചോദ്യവും അനുമോൾ പറയുന്ന ഉത്തരവും തമ്മിൽ വളരെ വ്യത്യസ്തമുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമല്ലേ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് അനുവാദം കൊടുക്കുകയാണ് ജഡ്ജി, നിങ്ങൾ തന്നെ പ്രൊസീഡ് ചെയ്തോളാം. ശരി. അങ്ങനെ നമ്മുടെ കൃഷ്ണമംഗലത്തെ വക്കീലുണ്ടല്ലോ രവിവർമ്മ, അദ്ദേഹത്തിനെ അടുത്തേക്ക് വിളിക്കാൻ കേട്ടോ. അയാൾ ചോദിക്കുന്നുണ്ട്, കാര്യങ്ങൾ വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചോദിക്കുന്നത് അനുശ്രീയോട്. ആലോക് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങളെ തട്ടിക്കൊണ്ട് പോയതല്ലാന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്, ശരിയല്ലേ? അതെ, ശരിയാണ്. അതായത് പ്രതി ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി, അങ്ങനെയല്ലേ? ആ, അതേന്ന് വീണ്ടും അനുമോള് തലയാട്ടി സമ്മതിക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഉടനെ വക്കീലിന് കുറച്ച് ക്ലൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് അലോകിൻ്റെ അടുത്തേക്ക് നിങ്ങൾ രാത്രി പോയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എനിക്ക് പോകാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല, അതാ. ഓ, അതായത് നിങ്ങളെ ആരും നിർബന്ധിച്ചല്ല അവിടെ കൊണ്ടുപോയത്, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ അവിടെ പോയി, അല്ലേ? ശരിയല്ലേ? അതെ, ശരിയാണ്. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് നിർബന്ധിതയാകുമായിരുന്നു. ഓ അനുശ്രീ, സത്യം മറച്ചു വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ആ രാത്രി അലോകിനെ കാണാനുള്ള അനുശ്രീയുടെ തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നു എന്ന് ഞാൻ പറയട്ടെ. നിങ്ങളുടെ വീട്ടുകാർ തീരുമാനിച്ച വിവാഹം മുടക്കണം, അലോകിനോട് പ്രതികാരം ചെയ്യണം, ഇതൊക്കെയല്ലേ നിങ്ങൾ അന്ന് ഉദ്ദേശിച്ചത്? ആ പ്ലാനിൻ്റെ ഭാഗമായിരുന്നില്ലേ ആ രാത്രിയിലെ ആ യാത്ര? അപ്പോൾ അനുമോൾ അല്ല, ഒരിക്കലും അല്ല എന്നിങ്ങനെ പറയണമെങ്കിലും ഇയാൾ വീണ്ടും പറയണേ, ഇല്ല, അങ്ങനെ തന്നെ സംഭവിച്ചത്. കൃത്യമായി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അലോകിനെ കൊടുക്കായിരുന്നു എന്ന് ആ വക്കീൽ ഞാഞ്ഞ് പറയാട്ടോ. പിന്നെ അലോകിൻ്റെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന ഈ കേസ് 100% വ്യാജമാണ്, വ്യാജം. ഇതിലെ പ്രധാന പ്രതി നിങ്ങളാണ്, നിങ്ങൾ മാത്രം എന്ന് അനുമോൾ മൂത്ത് നോക്കി അയാൾ പറയുമ്പോൾ അനുമോൾ അതുവരെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കാട്ടോ എന്ത് പറയണമെന്ന്. അപ്പം അനുമോളുടെ വക്കീൽ എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, യുവർ ഓണർ, അനുശ്രീയെ വേദനിപ്പിക്കാനും പേടിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളാണ് അനുശ്രീ ഇവിടെ വന്ന് പറയുന്നത്. അത് കോടതിയുടെ മുമ്പിൽ തുറന്നു പറയാൻ അനുശ്രീ തയ്യാറുമാണ്. പക്ഷേ എൻ്റെ കക്ഷിക്ക് യാതൊരു ഭയവും കൂടാതെ സംഭവിച്ച കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തണം, അതിനു വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അനുമോളുടെ വക്കീൽ പറയാട്ടോ. ഉടനെ മറ്റേ അയാൾ പറയാട്ടോ, അപ്പോൾ സാക്ഷിയോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട അവകാശം എൻ്റേതാണ്, പിന്നെ വാദിയെ വെറുതെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ രവിവർമ്മയോട് നമ്മുടെ ജഡ്ജി പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ രവിവർമ്മ, അനുശ്രീക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഈ കോടതി ക്യാമറ പ്രൊസീജിയേഴ്സ് നടത്താൻ സാധിക്കും. പൊതുജനങ്ങളെല്ലാം ഒഴിവാക്കി ആവശ്യമുള്ള ഉദ്യോഗസ്ഥർ മാത്രം ഇരുന്നിട്ട് നിങ്ങളുടെ മൊഴി വേണമെങ്കിൽ രേഖപ്പെടുത്താം എന്ന് അനുമോളോട് പറയാട്ടോ. അപ്പോൾ അനുമോൾക്ക് എന്ത് ചെയ്യണം? ആരുമില്ലാതെ ഒളിച്ച് പറയണോ അതോ എല്ലാവരുടെ മുന്നിൽ എല്ലാം വിളിച്ച് പറയണോ എന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് തിരിച്ച് അമ്മയെ അച്ഛനെയൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ ഗോമതി കണ്ണ് കാണിച്ചു കൊടുക്കുന്നുണ്ട്, തുറന്നങ്ങ് പറഞ്ഞേക്കാൻ. അപ്പോൾ ചെറിയൊരു ധൈര്യം നമ്മുടെ അനുമോൾക്ക് കിട്ടുകയാണ്. അനുമോൾ ജഡ്ജിയോട് പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട കോടതിയോട് മുന്നിൽ തന്നെ തുറന്ന് പറയാട്ടോ, എനിക്ക് അങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ ഒന്നും വേണ്ട, രഹസ്യമായിട്ട് എനിക്ക് പറയാൻ ഒന്നുമില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എൻ്റെ തെറ്റുകൊണ്ട് സംഭവിച്ചതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്നെ വിശ്വസിച്ച് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് സംഭവിച്ച ദുരന്തമാണത് എന്ന് ഞാൻ ജഡ്ജിയോട് പറയുമ്പോൾ അദ്ദേഹം അതൊക്കെ നോട്ട് ചെയ്യാട്ടോ. എന്നിട്ട് വീണ്ടും പറയണം, അനുമോൾ, ആ സത്യം ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അറിയണം, അതെനിക്ക് ഒളിച്ചു പറയേണ്ട ആവശ്യമില്ല, എല്ലാവരുടെ മുന്നിലും സത്യം തുറന്നു പറയാൻ എനിക്ക് ഒരു മടിയില്ല, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞോളാം എന്ന് പറയാം. അപ്പം പെട്ടെന്ന് തന്നെ അനുശ്രീയുടെ വക്കീൽ പറയുന്നുണ്ട്, അനുശ്രീ അന്ന് രാത്രി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തുറന്നു പറഞ്ഞോളൂ എന്ന് പറയാം. അങ്ങനെ അലോകിനെ ഒന്ന് നോക്കണം കേട്ടോ. നോക്കിയതിന് ശേഷം നമ്മളെ അനുമോൾ തുറന്ന് അങ്ങോട്ട് പറയാൻ തുടങ്ങി, നമ്മൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നു, പക്ഷേ പിന്നീട് അലോകിൻ്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, അതോടുകൂടി ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു, എല്ലാം അവസാനിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കൊണ്ടുവന്ന വിവാഹത്തിന് ഞാൻ സമ്മതിച്ചത്. പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് ഞാൻ സമ്മതിച്ചത്. പക്ഷേ എൻ്റെ വിവാഹത്തലേന്ന് രാത്രി എൻ്റെ ഫോണിലേക്ക് പലതവണ എനിക്ക് മെസ്സേജ് വരാൻ തുടങ്ങി, എൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങി. അവസാനം വന്ന മെസ്സേജുകളും ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഫോട്ടോസാണ് വന്നത്. ശരിക്കും മോർഫ് ചെയ്ത ഫോട്ടോ ആയിരുന്നു, പക്ഷേ എൻ്റെ ഫോട്ടോ അല്ലായിരുന്നു. എന്നാലും ഇതൊക്കെ മറ്റൊരാളെ കാണിച്ചാൽ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും ആ ഫേക്ക് ഫോട്ടോസ് പുറത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം മാത്രമല്ല എൻ്റെ കുടുംബക്കാരുടെ ജീവിതം ഒക്കെ തകരാറിലാവും, വിഷമത്തിലാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അലോകിനോട് അന്ന് രാത്രി ക്ഷമ ചോദിക്കാനായിട്ട് അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കിനും കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു.
എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതും രാത്രി മുഴുവനും ടോർച്ചർ ചെയ്തതും രാവിലെ വീട്ടുകാരുടെ മുന്നിൽ വന്ന് ഷോ കാണിച്ചതും ഞാനായിട്ട് തന്നെയാണ് ആ താലി എൻ്റെ കഴുത്തിലേക്കെടുത്ത് കെട്ടിയതും എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അപമാനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടും ഞാൻ അങ്ങനെ ചെയ്തതാണ്. അല്ലാതെ എന്നെ അയാൾ വിവാഹം കഴിച്ചിട്ടില്ല, ഞാൻ അലോകിൻ്റെ ഭാര്യയായിട്ടില്ല, എൻ്റെ ഭർത്താവായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുമില്ല എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അനുമോൾ തുറന്നു പറഞ്ഞിട്ട് കരഞ്ഞു പോവാട്ടോ. ഇതെല്ലാം ജഡ്ജി അവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അനുമോൾ അങ്ങ് പൊട്ടിക്കരയാനും തുടങ്ങി. അപ്പോൾ ഇനി ഉടനെ തന്നെ നമ്മുടെ അച്യുതവർമ്മ ചാടി എണീറ്റെന്ന് പറയാം, കള്ളം, പച്ചക്കള്ളം, ഇവൾ പറഞ്ഞത് എല്ലാം കള്ളത്തരമാണ്, പിന്നെ ഇവളെ എൻ്റെ മോനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളത്തരങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ എനിക്കൊന്ന് ചാടി പറയാട്ടോ. ജഡ്ജി നല്ല വാണിംഗ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഇനി ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയാൽ നിങ്ങളുടെ എതിരെ കേസെടുക്കും, മര്യാദയ്ക്ക് ഇരിക്കാനൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അച്യുത നാണം കെട്ട് അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് കോടതി തന്നെ ചോദിക്കുകയാണ് അനുമോളോട്, ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തുറന്ന് പറയാനുണ്ടോ? ഇല്ല ബഹുമാനപ്പെട്ട കോടതിയോട്, എനിക്ക് തുറന്ന് പറയാനുള്ള സത്യങ്ങൾ ഇത്രയാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പം നമ്മുടെ അനുമോളുടെ വക്കീൽ അവിടെ നിന്ന് എണീച്ചിട്ട് പറയുന്നുണ്ട്, ജഡ്ജിയോട് പറയാട്ടോ. എന്നിട്ട് പറയണ്ട, എൻ്റെ കക്ഷി അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനാജനകമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു സാധാരണ പ്രണയബന്ധത്തിൻ്റെ അവസാനമൊന്നുമല്ല. ഒരു പെൺകുട്ടിയുടെ വിശ്വാസത്തെ പ്രണയത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്ത ശേഷം ആ വിശ്വാസത്തെ ആയുധമാക്കി അവളുടെ ജീവിതവും അവളുടെ കുടുംബത്തിൻ്റെ അഭിമാനവും ഒക്കെ തകർക്കാൻ ശ്രമിച്ച മനുഷ്യത്വരഹിതമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് ഈ അലോക് ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രതിഭാഗം ഇതുവരെ ഈ കോടതിയിൽ അവതരിപ്പിച്ച വാദം മുഴുവനും എൻ്റെ കക്ഷിയുടെ മുന്നിൽ നിലനിൽക്കില്ല. അത് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ പറയുകയാണെന്ന്, താഴ്മയോട് പറയുകയാണെന്ന് പറയേണ്ട. എന്നിട്ട് വക്കീൽ പറയേണ്ട, ഇത് അനിമോളുടെ കാര്യം മാത്രമല്ല, ഏതൊരു പ്രണയം പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഇങ്ങനെ ചതിക്കുന്ന ഏതൊരുവനും ഇതൊരു പാഠമായി മാറണം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഈ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം പരിഗണിച്ച് അലോകിനെ നിയമം അനുസരിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ കോടതിയോട് അപേക്ഷിക്കുന്നതെന്ന് അനിമോളുടെ വക്കീലിനെ ജഡ്ജിയോട് പറയാട്ടോ. അദ്ദേഹം അതെല്ലാം കേട്ട് നോട്ട് ചെയ്യാണ്. അവിടെ അച്യുതനാണെങ്കിൽ ഇരിപ്പുറപ്പില്ല, ആകെ ടെൻഷനും വെപ്രാളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവസാനം ജഡ്ജി പറയുന്നുണ്ട്, ഈ കേസിൻ്റെ തുടർ വിചാരണ 15-ാം തീയതി നടക്കുന്നതാണ്, ഇന്നിവിടെ ക്ലോസ് ചെയ്യണമെന്ന്. അങ്ങനെ ഇവിടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ വക്കീൽ വന്ന് അനുമോളോട് പറയുന്നുണ്ട്, മോള് ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. എന്തായാലും അനുമോളെല്ലാം ധൈര്യത്തോടു കൂടി പറഞ്ഞല്ലോ, ഇത് ഒരിക്കലും മൊഴി മാറ്റി പറയരുത്, നീ ഇങ്ങനെ തന്നെ പറയണം. പിന്നെ 15-ാം തീയതി ഇനി വരേണ്ടി വരും, അന്ന് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാം കേട്ടോ. അപ്പം തന്നെ ഗോമതിക്ക് ടെൻഷനായി, അയ്യോ ഇനി ഇങ്ങനെയാണെങ്കിൽ ഓരോ ദിവസം കയറി ഇറങ്ങേണ്ടി വരില്ലേ, ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ തീർക്കുമെന്ന്. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, അമ്മ ചില കേസുകളൊക്കെ ഇങ്ങനെ തന്നെയാണ്, ചിലപ്പോൾ ലേറ്റാവും, ചില കേസുകളുടെ പുറകെ വർഷങ്ങളോളം നടക്കുന്ന ആളുകളുണ്ട്, ഇതിപ്പം പെട്ടെന്ന് തന്നെ തീർക്കാമെന്ന് വക്കീൽ പറയുമല്ലേ, ചിലപ്പോൾ 1-2 ദിവസം കൂടെ വരേണ്ടി വരും എന്ന് സമാധാനപ്പെട്ട് അവർ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അപ്പോൾ വീണ്ടും അലോകിനെയും കൊണ്ട് അങ്ങോട്ട് വരുവാണ് കേട്ടോ പോലീസ്. എന്നിട്ട് വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അയാൾക്കൊരു കോൾ വരുന്ന പോലീസ് ഇങ്ങോട്ട് തിരിയാണ്. ആ നേരം കൊണ്ട് അനുമോളുടെ അടുത്തേക്ക് ഓടി വരുവാണ് കേട്ടോ അലോക്. അപ്പോൾ ആര്യം പേടിച്ച് അനുമോളെ ഇങ്ങനെ ഒതുക്കി നിർത്തുകയാണ്. ആര്യ, ഞാൻ വഴക്കിന് വേണ്ടിയിട്ടൊന്നും വന്നതല്ല എന്ന് അലോക്. അപ്പം ബാലൻ പറഞ്ഞ് ആര്യനെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അനുമോളോട് പറയാണ്, അനു ഞാൻ നിന്നോട് ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. അതിനിടയ്ക്കും പോലീസുകാരന്മാർ കാണുകയാണിത്, അവന്മാർ പിടിച്ച് വലിച്ചെടുത്ത് വണ്ടിക്കകത്ത് തള്ളിയിടും. ആരടാ പറഞ്ഞത് നിന്നോട് ഇങ്ങോട്ട് വരാനെന്നും പറഞ്ഞ്. ഇതും കണ്ടും കൊണ്ട് അച്യുതൻ അങ്ങോട്ട് വന്നിട്ട് ദേഷ്യം, എൻ്റെ മോൻ കൊലക്കുറ്റമൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ തള്ളി മറിച്ച് അവനെ ഇടുന്നത്, മര്യാദയ്ക്ക് കൊണ്ടുപോക്കൂടെയെന്ന്. അപ്പം അനന്തം പറയാ, പോലീസുകാരല്ലേ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ, നീ ഇപ്പം എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നതെന്നും പറഞ്ഞും കൊണ്ട് അച്യുതനോട് കേട്ടോ അങ്ങനെ ഓടി വന്നിട്ട് ഈ അനുമോൾക്ക് പെട്ടെന്നൊരു വല്ലാത്തൊരു സെൻറ്റിമെൻറ്റ്സ് കണ്ടപ്പോൾ ഒരു വല്ലാതെ തോന്നുകയാണ്. അപ്പം തന്നെ വക്കീൽ വന്ന് പറയുന്നുണ്ട്, മോളെ നീ പറയുന്ന മൊഴിയിൽ ഒരു മാറ്റവും വരുത്തല്ലേ, ഇതിൽ തന്നെ സ്റ്റേണായിട്ട് നിന്നുകൊള്ളാൻ. അവൻ വന്ന് ഈ പറഞ്ഞതൊക്കെ വെറുതെ സെൻറ്റിമെൻറ്റ്സ് തരാൻ വേണ്ടിയിട്ടാണ്, ഇത് ഏകദേശം ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായ എല്ലാ പ്രതികളും ചെയ്യുന്ന കാര്യങ്ങളാണ്, അതിലൊന്നും വീണ് പോകരുതെന്ന്. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, മോളെ അനു, ഇത് അവരുടെ വക്കീൽ തന്നെ പറഞ്ഞു കൊടുത്ത ഐഡിയ ആയിരിക്കും അവനോട്, അതുകൊണ്ട് നീ ഇതിലൊന്നും വീണ് പോകരുതെന്ന് പറയാം കേട്ടോ. ഇല്ല, ഞാൻ സ്റ്റേണായിട്ട് തന്നെ നിൽക്കും, അതുപോലെ മൊഴി മാറ്റി പറയുകയും ചെയ്യരുത്, മോള് അവസാന നിമിഷം വരെ ഇങ്ങനെ തന്നെ നിന്നോളണം എന്ന് വക്കീലും പറഞ്ഞു കൊടുക്കാട്ടോ. ആ സമാധാനത്തിലാണ് ഇവർ വീട്ടിലേക്ക് വരുന്നത്. ഇവിടെ വരുമ്പം നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ മീനാക്ഷി. എന്നാലും ഇത്ര ധൈര്യത്തോടുകൂടി അനുമോൾ ഇതെല്ലാം പറഞ്ഞല്ലോ, സമ്മതിച്ചെന്നിരിക്കണമെന്ന്. പക്ഷേ നമ്മുടെ ഗോമതിക്ക് അവിടെ ഇരുന്നും കൊണ്ട് വിഷമമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പാവം, അവൻ്റെ മുഖം കണ്ടിട്ട് സഹിക്കാനാവുന്നില്ല, അവൻ ഒരുപാട് ക്ഷീണിച്ചു പോയി എന്നൊക്കെ. അപ്പോൾ മീനാക്ഷി പറയാം, പിന്നെ ജയിലിൽ പോയി കിടന്നാൽ പിന്നെ വെറുതെ നല്ല വണ്ണം വെച്ച് തടിച്ച് വരുമെന്നാണോ അമ്മയുടെ വിചാരം? ചിലപ്പോൾ തല്ലുകൊള്ളും ഒക്കെ ചെയ്യും, ജയിലിനകത്ത് തല്ലൊന്നും കിട്ടത്തില്ല അമ്മേ, പോലീസുകാരുടെ സ്റ്റേഷനിലുള്ള തല്ലേ ഉള്ളൂ. പിന്നെ അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ പോയി കിടക്കുന്നത്, പിന്നെ അമ്മയ്ക്ക് എന്താ അവനോട് ഇത്ര സോഫ്റ്റ് കോർണറെന്ന് മീനാക്ഷി ചോദിക്കാട്ടോ. അപ്പം എന്നാലും എൻ്റെ സഹോദരൻ്റെ മകനല്ലേ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാട്ടോ. അവിടെ കോടതിയിൽ വെച്ചും നമ്മുടെ ഗോമതി ഇത് പറയുന്നുണ്ട്. മീനാക്ഷിക്ക് ദേഷ്യം
വരുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കുന്നത് അമ്മയുടെ ആരാ പറ? അത് എൻ്റെ മകൾ തന്നെയാണ്. മകള്. അപ്പോൾ സ്വന്തം മകളോട് കാണിച്ചതൊക്കെ അമ്മ മറന്നുപോയോ? അത് ഓർത്തിട്ട് വേണം സംസാരിക്കാനെന്ന് പറയട്ടോ. അപ്പോൾ നമ്മുടെ അനുമോളും പറയാം, അതെ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ മിത്രയ്ക്ക് വല്ലാതെ വിഷമമാണ് കേട്ടോ. മിത്ര അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. കാരണം മിത്രയ്ക്കല്ലേ മിത്രയുടെ സഹോദരനല്ലേ, അവർ ഒരുമിച്ച് കളിച്ച് വളർന്നതല്ലേ. അപ്പോൾ ശിക്ഷ കിട്ടുമെന്നും പോലീസിൻ്റെ ഇടി കിട്ടി അവർ ക്ഷീണിച്ചു എന്നും പറയുമ്പോൾ തന്നെ മിത്രയ്ക്ക് സങ്കടമാവുന്നുണ്ട്. അപ്പം നമ്മുടെ അനുമോളോട് വീണ്ടും മീനാക്ഷി പറഞ്ഞു കൊടുക്കുകയാണ്, മോളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, തെറ്റ് ചെയ്തവർക്ക് എന്നാലും അതിൻ്റെ ശിക്ഷ കിട്ടിയിരിക്കണം, അത് കിട്ടുക തന്നെ ചെയ്യും. പിന്നെ അവൻ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പം അനുഭവിക്കട്ടെ അമ്മ എന്തിനാ ഇങ്ങനെ അവനോട് സ്നേഹം കാണിക്കുന്നത്? അതൊന്നും പാടില്ല എന്ന് ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ അകത്ത് ചെന്നിരിക്കുന്ന നമ്മുടെ മിത്ര കരയാൻ തുടങ്ങിയിട്ടോ. മിത്രയ്ക്ക് ഭയങ്കര സങ്കടമായിട്ട് പൊട്ടി അവിടെ നിന്ന് കരയുക, ആരോടും ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്